ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും ചിക്കൻ കറിയാണ്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 1 കിലോ കപ്പ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇനി കപ്പ അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ കറിയാക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി ഉള്ളിയെല്ലാം വാടിയതിന് ശേഷം 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഇനി ഇത് അങ്ങനെ തക്കാളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1.5 സ്പൂൺ വരെ മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഒരു 3/4 കിലോ വരെ ചിക്കൻ ഉണ്ടാവും. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ മസാലയിലൊന്ന് ചിക്കനിലേക്ക് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് അതിന് മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പൊത്തി വെക്കാം. അപ്പോഴേക്കും നമ്മളെ കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഒന്നും കൂടി നമുക്ക് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് അതിനെ കുത്തി നല്ലോണം ഉടച്ചെടുക്കുകയാണ്. നമ്മൾ ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കപ്പ കുത്തി കൊടുത്താൽ നമുക്ക് നന്നായി ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് കടുക് വറുത്തിട്ട് ഇട്ട് കൊടുക്കുക വേണ്ടത്. അതിനായിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഒരു 2 സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് മുറിച്ചതും ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച നമ്മുടെ കപ്പ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഇത് എല്ലായിടത്തും ആ കടുകും അതൊക്കെ എത്തുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് വരെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.